ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 +1 ആൻഡ് +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാരക്ടർ സ്കെച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ +2 ഒരു ക്യാരക്ടറെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടറെ പറ്റി കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു 2-3 പോയിൻ്റ് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രമേ ഉള്ളൂ. സെൻറ്ററിൽ ഞാൻ ബ്ലാങ്ക് ആക്കി വിട്ടിരിക്കണം. ആ ബ്ലാങ്ക് ആക്കി വിട്ട ഭാഗത്താണ് ക്യാരക്ടറെ പറ്റിയിട്ട് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതേണ്ടത്. സ്റ്റാർട്ടിങ് പാരഗ്രാഫിൽ 2-3 ഭാഗത്ത് ചേഞ്ച് ചെയ്യേണ്ടത്, അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. നൊമിത ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. എന്നിട്ട് സ്റ്റോറിൻ്റെ പേര് എഴുതുക, മാച്ച് ബോക്സ്, പെന്നഡ് ബൈ ആശാപൂർണ ദേവി, ഫുൾ സ്റ്റോപ്പ് ആയിട്ടോ. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. അതായത് നൊമിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. നൊമിത എന്താണ്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആര്, നമ്മുടെ നൊമിത എന്നുള്ളത്. ഇൻ ദ സ്റ്റോറി മാച്ച് ബോക്സ്. അതായത് മാച്ച് ബോക്സിൽ നിരവധി ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ആരാണ്, നമ്മുടെ നൊമിത. പെന്നഡ് ബൈ, ആ സ്റ്റോറി എഴുതിയത് ആരാണ്, ആശാപൂർണ ദേവി. ഹെർ ബിഹേവിയർ സ്റ്റാൻഡ്സ് ഔട്ട് ഡിസ്റ്റിങ്ക്ട്ലി ഫ്രം ദാറ്റ് ഓഫ് അതർ ക്യാരക്ടേഴ്സ്. അതായത് അവളുടെ സ്വഭാവം മറ്റുള്ള ക്യാരക്ടേഴ്സൊന്നും അവളെ എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു. മാത്രമല്ല മേക്കിംഗ് ഹെർ ട്രൂലി യുണീക്ക്, ആ ഒരു സ്വഭാവമാണ് അവളെ എന്താക്കുന്നത്, ഒരു ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക, 3 ഭാഗത്താണ് നമ്മൾ ചേഞ്ച് ചെയ്യണത്. 4 ഭാഗത്ത്. ഫസ്റ്റ് ആ നൊമിത എന്നുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അവിടെ നിങ്ങൾ ഏത് ക്യാരക്ടറെ പറ്റിയിട്ടാണോ നിങ്ങൾ എഴുതുന്നത് അവരുടെ പേരാണ് കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ എവിടെയാണ്, നമ്മുടെ മാച്ച് ബോക്സ്, അതായത് ചാപ്റ്ററിൻ്റെ പേര്, അവിടെയും ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ ആ ചാപ്റ്റർ എഴുതിയ ആളെ പേരും നിങ്ങൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഞാൻ ഹെർ ബിഹേവിയർ എന്നാണ് യൂസ് ചെയ്തത്. ഇനി ക്യാരക്ടർ ആണാണ് എങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഹിസ് എന്നുള്ളത് യൂസ് ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ 4 ഭാഗത്ത് ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് ചെയ്യേണ്ട ഭാഗം എന്ത് ചെയ്ത് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാം, ഷീ ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഇനി ഇവിടെ ആണാണെങ്കിൽ ഈ ഹീസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ക്യാരക്ടറെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇവിടെയൊക്കെ ഞാൻ സ്പേസ് വിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്യാരക്ടറെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്. പിന്നെ ഫൈനൽ പാരഗ്രാഫിൽ നിങ്ങൾ ഒരു ചേഞ്ചസും വേണ്ട, നേരെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ, ദിസ് ക്യാരക്ടർ ടച്ച്ഡ് മീ ഡീപ്ലി, ഈ ഒരു ക്യാരക്ടർ എന്നെ വല്ലാതെ എന്ത് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് വിൽ റിമെയിൻ ഇൻ മൈ മൈൻഡ് ഫോർ എവർ, ആ ഒരു ഇഷ്ടം എന്ത് ചെയ്യും, എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടാവും. ക്രെഡിറ്റ് ഗോസ് ടു ദ റൈറ്റർ ഫോർ ക്രിയേറ്റിംഗ് സച്ച് എ ക്യാരക്ടർ. അതായത് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറെ പ്രസൻറ്റ് ചെയ്ത് തന്നതിൽ നമ്മുടെ റൈറ്റർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഒന്നുമില്ല, സോ സിമ്പിളാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ 4 ഭാഗത്ത് ചേഞ്ച് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാരക്ടറെ പറ്റി ഒരു 3, 4, 5, 4 ലൈൻ അറ്റ്ലീസ്റ്റ് എഴുതുക. പിന്നെ ഫൈനൽ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, ഒന്നും ചേഞ്ച് ചെയ്യണം, നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തത്ര തോന്നെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്നുള്ളത്. അതായത് അതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ എഴുതിയാൽ തന്നെ നമ്മുടെ പേപ്പർ എന്താവും, ഫില്ലാവും. പിന്നെ നിങ്ങൾക്കറിയാം ലാംഗ്വേജൊക്കെ എന്ന് പറഞ്ഞാൽ പേപ്പർ ഫില്ലാവുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, മാർക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആ ക്യാരക്ടറെ പറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു 2-3 പോയിൻ്റ് മാത്രം എഴുതിയാൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, താങ്ക് യു.